എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഒരിക്കലെങ്കിലും നമ്മളിൽ ഓരോരുത്തരും ഈ ചോദ്യം ഹൃദയത്തിൽ ചോദിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ട് ചിലർക്ക് മാത്രം കൂടുതൽ പരീക്ഷണങ്ങൾ? നീ ചുറ്റും നോക്കുമ്പോൾ ചിലർക്കു ജീവിതം വളരെ ലളിതമായതുപോലെ തോന്നും. പുഞ്ചിരിയോടെ അവർ നടക്കുന്നു, പ്രശ്നങ്ങളില്ലാത്തതുപോലെ. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം തീരുന്നതിനു മുമ്പേ മറ്റൊന്ന് തുടങ്ങും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. അപ്പോൾ നിന്റെ ഹൃദയം ചോദിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്നോട് അള്ളാഹുവിന് കോപമാണോ? ഞാൻ പ്രാർത്ഥിച്ചില്ലേ? എങ്കിലും എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട്? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിശ്വാസക്കുറവിന്റെ അടയാളമല്ല, അത് ജീവനുള്ള ഹൃദയത്തിന്റെ അടയാളമാണ്. ഇസ്ലാം ഈ ചോദ്യങ്ങളെ അടിച്ചമർത്തുന്നില്ല. ഖുറാനും പ്രവാചക ജീവിതവും സൂഫികളുടെ വഴികളും ഇത്തരം ചോദ്യങ്ങളെ അംഗീകരിക്കുന്നു. കാരണം അള്ളാഹു നമ്മളെ മൗനമുള്ള യന്ത്രങ്ങളാക്കി സൃഷ്ടിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കുന്ന, ചിന്തിക്കുന്ന, ഹൃദയമുള്ള മനുഷ്യരാക്കിയാണ് സൃഷ്ടിച്ചത്. പലർക്കും പുറത്തു കാണുന്നത് നിന്റെ ശക്തിയാണ്, പക്ഷേ അള്ളാഹു കാണുന്നത് നിന്റെ പോരാട്ടങ്ങളാണ്. ഈ വീഡിയോയിൽ നാം പറയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വേഗത്തിലുള്ള ഉത്തരമല്ല, പകരം പരീക്ഷണങ്ങളെ ശിക്ഷയായി കാണാതെ അവയിലെ സന്ദേശം മനസ്സിലാക്കാൻ ഹൃദയം ശാന്തമാക്കുന്ന ഒരു ദൃഷ്ടികോണം. അതാണ്. ഇത് കുറ്റപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമല്ല, ഇത് നിന്റെ വേദനയെ അവഗണിക്കുന്നതുമല്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അർത്ഥമില്ലാത്തവയല്ല. ഒരു സൂഫി കഥ, ഗുരുവും കല്ലും. ഒരിക്കൽ ഒരു സൂഫി ഗുരുവിന്റെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വന്നു. അവന്റെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു, കണ്ണുകളിൽ ഉറക്കമില്ലായ്മ, ഹൃദയത്തിൽ ഒരേ ചോദ്യം. അവൻ പറഞ്ഞു, ഉസ്താദ്, മറ്റുള്ളവർക്കെല്ലാം ജീവിതം എളുപ്പം പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്ര പരീക്ഷണങ്ങൾ? ഗുരു ഒന്നും മറുപടി പറഞ്ഞില്ല. അവർ ശിഷ്യനെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിലത്ത് പല കല്ലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ചിലത് ചെറിയത്, ചിലത് വലിയത്, ചിലത് മിനുസമുള്ളത്, ചിലത് മുരടിച്ചതായിരുന്നു. ഗുരു ഒരു ചെറിയ കല്ലെടുത്ത് ശിഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഇത് തകർത്തു കാണിക്കൂ. ശിഷ്യൻ ഒറ്റയടിക്ക് അത് പൊട്ടിച്ചു. ഗുരു പിന്നീട് വലിയ ഒരു കല്ലെടുത്തു. ഇത് പൊട്ടിക്കാമോ? ശിഷ്യൻ ശ്രമിച്ചു, പക്ഷെ അത് പൊട്ടിയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നീ ശ്രദ്ധിച്ചു നോക്കൂ. അവൻ കല്ലിന്റെ ഒരു ഭാഗം ചുറ്റിത്തള്ളാൻ തുടങ്ങി. ഒരടി, രണ്ടടി, മൂന്നടി. ഓരോ അടിക്കും ശിഷ്യൻ വിറച്ചു. ഉസ്താദ്, ഇതിനെ എന്തിനാണ് ഇത്ര അടിക്കുന്നത്? ഗുരു പുഞ്ചിരിച്ചു. അവർ പറഞ്ഞു, ഞാൻ ഈ കല്ലിനെ നശിപ്പിക്കുന്നില്ല, ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വജ്രത്തെ പുറത്തെടുക്കുകയാണ്. ശിഷ്യൻ നിശബ്ദനായി. ഗുരു തുടർന്നു, എല്ലാ കല്ലുകൾക്കും വജ്രമുണ്ടാകില്ല. വജ്രമുള്ള കല്ലുകൾക്കാണ് കൂടുതൽ അടികൾ കിട്ടുക. അടികൾ വജ്രത്തെ തകർക്കുന്നില്ല, അവ അതിനെ വെളിപ്പെടുത്തുകയാണ്. ശിഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗുരു അവന്റെ ഹൃദയത്തോട് പറഞ്ഞതുപോലെ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ അടികൾ ശിക്ഷയല്ല, അവ നിന്റെ ഉള്ളിലെ മൂല്യം പുറത്തെടുക്കുകയാണ്. അന്ന് ശിഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പോയില്ല, പക്ഷേ അവൻ ലഘുവായ ഹൃദയത്തോടെ പോയി. പാഠം, റിഫ്ലക്ഷൻ. എല്ലാവർക്കും ഒരേ അടികൾ കിട്ടില്ല. മൂല്യമുള്ളിടത്താണ് രൂപപ്പെടുത്തൽ. പരീക്ഷണം എന്താണ്? നമ്മൾ സാധാരണയായി പരീക്ഷണം എന്ന് പറയുമ്പോൾ ഉടൻ മനസ്സിൽ വരുന്നത് വേദനയാണ്, നഷ്ടമാണ്, കഷ്ടപ്പാടാണ്. പക്ഷേ ഇസ്ലാമിക ദൃഷ്ടികോണത്തിൽ പരീക്ഷണം അത്ര ചെറുതല്ല. ഖുറാൻ ഉപയോഗിക്കുന്ന പദം ബല അഥവാ ഇബ്തില എന്നാണ്. ഇതിന്റെ അർത്ഥം ശിക്ഷയല്ല, അതിന്റെ അർത്ഥം പരിശോധിക്കൽ, ശുദ്ധീകരിക്കൽ, മൂല്യം വെളിപ്പെടുത്തൽ എന്നിവയാണ്. ഖുറാൻ പറയുന്നു, നിങ്ങളെ നല്ലതും ചീത്തയും കൊണ്ട് നാം പരീക്ഷിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ലതും പരീക്ഷണമാണ്, കഷ്ടവും പരീക്ഷണമാണ്. സുഖം കിട്ടുമ്പോൾ നീ നന്ദിയുള്ളവനാകുമോ എന്നതാണ് പരീക്ഷണം. കഷ്ടം വന്നപ്പോൾ നീ ആശ്രയിക്കുന്നവനാകുമോ എന്നതാണ് മറ്റൊരു പരീക്ഷണം. അതായത് പരീക്ഷണമെന്നാൽ വേദന മാത്രമല്ല. ഇസ്ലാമിൽ പരീക്ഷണത്തിന്റെ ലക്ഷ്യം നമ്മളെ തകർക്കലല്ല, നമ്മളെ തുറക്കലാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ നൽകുന്ന ഒരവസരമാണ് പരീക്ഷണം. സൂഫികൾ പറയുന്നുണ്ട്, പരീക്ഷണം നിന്റെ ശക്തി കാണിക്കാനുള്ളതല്ല, നിന്റെ ആശ്രയം കാണിക്കാനുള്ളതാണ്. ഒരു പരീക്ഷണത്തിൽ അള്ളാഹു നോക്കുന്നത് നീ ആരെ വിളിക്കുന്നു, നീ എവിടെയാണ് ആശ്രയിക്കുന്നത്, നീ എന്താണ് വിട്ടുകൊടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ഹൃദയത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്താനാണ്. അതിനാണ് രണ്ടു പേർക്ക് ഒരേ സംഭവം സംഭവിച്ചാലും ഒരാൾ തകരുന്നു, മറ്റൊരാൾ ഉയരുന്നു. സംഭവം ഒരേത്, പരീക്ഷണം ഒരേത്, പക്ഷേ ഹൃദയത്തിന്റെ പ്രതികരണം വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ശാന്തമായ ഓർമ്മപ്പെടുത്തൽ. പരീക്ഷണം അള്ളാഹുവിന്റെ ശ്രദ്ധയാണ്. നീ പരീക്ഷിക്കപ്പെടുന്നത് അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാലാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷിക്കുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ പലർക്കും ആദ്യം തോന്നുന്ന ഒരു ആശങ്കയുണ്ട്. ഇഷ്ടമാണെങ്കിൽ ഇത്ര വേദന എന്തിന്? കാരണം നമ്മൾ മനുഷ്യർ ഇഷ്ടമെന്ന് പറയുമ്പോൾ സൗകര്യം, സംരക്ഷണം, പ്രശ്നങ്ങളില്ലായ്മ എന്നിങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം അങ്ങനെയല്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ അവനെ പരീക്ഷിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പരീക്ഷണം ദേഷ്യം കൊണ്ടല്ല, ശ്രദ്ധ കൊണ്ടാണ്. അള്ളാഹു ഒരാളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവനെ പരീക്ഷിക്കേണ്ടതില്ലായിരുന്നു. സൂഫികൾ പറയുന്നുണ്ട്, പരീക്ഷണം ദൈവത്തിൻ്റെ അടിയാളല്ല, ദൈവത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷിക്കുന്നത് അവരെ ഉയർത്താനാണ്, ശുദ്ധീകരിക്കാനാണ്, ഹൃദയം മൃദുവാക്കാനാണ്, ആശ്രയം പഠിപ്പിക്കാനാണ്. ഇതൊരു പിതാവ് മകനോട് ചെയ്യുന്ന ശിക്ഷ പോലെയല്ല, ഇതൊരു ഗുരു ശിഷ്യനെ പരിശീലിപ്പിക്കുന്നത് പോലെയാണ്. സൂഫി വ്യാഖ്യാനം പറയുന്നത്, എല്ലാ ശിഷ്യർക്കും ഒരേ പരിശീലനം കൊടുക്കില്ല. കഴിവുള്ളവർക്കാണ് കഠിനമായ പരിശീലനം. അള്ളാഹു അറിയുന്നു ആർക്കാണ് കൂടുതൽ സഹിക്കാനാകുന്നത്, ആർക്കാണ് കൂടുതൽ വളരാൻ കഴിയുന്നത്, ആരുടെ ഹൃദയം കൂടുതൽ വെളിച്ചം സ്വീകരിക്കാൻ തയ്യാറാണെന്നും. അതിനാലാണ് ചിലർക്കു ജീവിതം കഠിനമായതുപോലെ തോന്നുന്നത്. ഇതൊരു ശിക്ഷയുടെ അടയാളമല്ല, ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ അടയാളമായിരിക്കാം. പ്രവാചകരുടെ ജീവിതം നോക്കൂ. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. ഏറ്റവും ശുദ്ധഹൃദയങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദന കണ്ടത്. ഇതൊരു സന്ദേശമാണ്. ഇഷ്ടം എളുപ്പത്തിലൂടെ മാത്രമല്ല, ആഴത്തിലൂടെയും വരുന്നു. നിനക്കിത് ഇന്ന് മനസ്സിലാകണമെന്നില്ല, പക്ഷെ ഒരിക്കൽ പിന്നോട്ടു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. കഴിവിനനുസരിച്ചുള്ള പരീക്ഷണം. ഒരിക്കലെങ്കിലും നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, ഇതെനിക്കെന്തിന്, ഞാൻ ഇത്രയൊക്കെ സഹിക്കേണ്ടതുണ്ടോ? ഇവിടെ ഖുർആൻ നൽകുന്ന ഒരു ഉറച്ച ഉറപ്പുണ്ട്. അല്ലാഹു ഒരാളുടെ ശേഷിക്കുമീതെ ഒന്നും ചുമത്തുന്നില്ല. ഇതൊരു വാചകം മാത്രമല്ല, ഇതൊരു വാഗ്ദാനമാണ്. നിനക്ക് വന്നിരിക്കുന്ന ഈ പരീക്ഷണം അല്ലാഹു അറിയുന്നു. നിനക്കത് സഹിക്കാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നാം, ഞാൻ തകരുന്നു എന്ന്. പക്ഷേ അല്ലാഹു അറിയുന്നു, ഇതവൻ താങ്ങും. സൂഫികൾ പറയുന്നത് ഇതുപോലെയാണ്. ഭാരമളക്കുന്നത് വഹിക്കാനുള്ള കഴിവ് നോക്കിയാണ്. ഒരു ചെറിയ പാത്രത്തിൽ വലിയ ഭാരം വയ്ക്കില്ല, പക്ഷേ വലിയ പാത്രം അതിന് തയ്യാറാണ്. അതുപോലെ തന്നെയാണ് ഹൃദയങ്ങളും. ചില ഹൃദയങ്ങൾ വേഗം തകർന്നു പോകും, ചില ഹൃദയങ്ങൾ വേദനയിൽ പോലും വിശ്വാസം പിടിച്ചു നിൽക്കും. അല്ലാഹു ഈ വ്യത്യാസം നമ്മളെക്കാൾ നന്നായി അറിയുന്നു. അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. കൂടുതൽ പരീക്ഷണമെന്നാൽ കൂടുതൽ വിശ്വാസം, എന്നാൽ കൂടുതൽ ശേഷി. ഇത് മത്സരമല്ല, ഇത് താരതമ്യവുമല്ല. മറ്റുള്ളവരുടെ ജീവിതം നിന്റെ മാനദണ്ഡമല്ല, നിന്റെ പരീക്ഷണം നിന്റെ യാത്രയാണ്. സൂഫി ഗുരുക്കന്മാർ ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു, നിനക്കേൽപ്പിച്ചിരിക്കുന്നത് നീ താങ്ങാനാവുന്നതുകൊണ്ടാണ്. നീ ഇന്ന് അസഹായനായി തോന്നിയേക്കാം, പക്ഷേ അല്ലാഹുവിന്റെ കണക്കിൽ നീ ബലഹീനനല്ല. നിന്റെ ഹൃദയം ഇത് താങ്ങുന്നുവെന്നതാണ് ഈ പരീക്ഷണം വന്നിരിക്കുന്നതിന്റെ തെളിവ്. സൂഫി വ്യാഖ്യാനം. തിരഞ്ഞെടുക്കപ്പെട്ട ഹൃദയങ്ങൾ. സൂഫികൾ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ഒരു പ്രത്യേക ദൃഷ്ടികോണിൽ കാണുന്നു. അവർക്ക് പരീക്ഷണം ദുർഭാഗ്യമല്ല, അത് തിരഞ്ഞെടുപ്പിന്റെ അടയാളമാണ്. എല്ലാ ഹൃദയങ്ങളും ഒരേപോലെ പരിശീലിപ്പിക്കപ്പെടുന്നില്ല, എല്ലാ ഹൃദയങ്ങളും ഒരേ രീതിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. സൂഫികൾ പറയുന്നു, ചില ഹൃദയങ്ങൾ വേഗത്തിൽ മങ്ങിപ്പോകും, ചില ഹൃദയങ്ങൾ അടിയേറ്റാലും കൂടുതൽ തെളിയും. ചില ഹൃദയങ്ങളിൽ അല്ലാഹു ഒരു വലിയ നിക്ഷേപം കാണുന്നു. അവയെ ശുദ്ധീകരിക്കേണ്ടത് സാവധാനമല്ല, ആഴത്തിലാണ്. അതുകൊണ്ടാണ് ചിലർക്കു വേദനകൾ വേഗത്തിൽ തുടർച്ചയായി വരുന്നത്. ഇതൊരു അവഗണനയല്ല, ഇതൊരു പരിശീലനമാണ്. പ്രവാചകരും പരീക്ഷണങ്ങളും. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ചിന്തിക്കും, ഇത്ര വിശ്വാസമുള്ളവർക്ക് ഇത്ര പരീക്ഷണങ്ങൾ എന്തിന്? പക്ഷേ ചരിത്രം നമ്മോട് ഒരു സത്യം പറയുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. പ്രവാചകരുടെ ജീവിതം നോക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. യൂസഫ് നബി അലൈഹിസ്സലാം ഉപേക്ഷണത്തിന്റെ പരീക്ഷണം. കുട്ടിക്കാലത്ത് തന്നെ യൂസഫ് നബി അലൈഹിസ്സലാം സ്വന്തം സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, കിണറ്റിലേക്കെറിഞ്ഞു, അടിമയായി വിൽക്കപ്പെട്ടു, അനീതിയായി ജയിലിലടച്ചു. ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഒന്നും നിയന്ത്രണത്തിലായിരുന്നില്ല. എങ്കിലും അവർ അല്ലാഹുവിനെ വിട്ടുകളഞ്ഞില്ല. അവസാനം ആ ജയിലായിരുന്നു അവരെ അധികാരത്തിലേക്ക് നയിച്ചത്. പാഠം: ഉപേക്ഷണം അവസാനമല്ല, ചിലപ്പോഴത് ഉയർച്ചയുടെ തുടക്കമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം സഹനത്തിന്റെ പരീക്ഷണം. അയ്യൂബ് നബി അലൈഹിസ്സലാം ദീർഘകാലം രോഗവും നഷ്ടങ്ങളും അനുഭവിച്ചു. ശരീരം തകർന്നു, സ്വത്ത് പോയി, ആളുകൾ അകന്നു. പക്ഷേ അവരുടെ നാവ് ഒരിക്കലും പരാതി പറഞ്ഞില്ല. അവർ പറഞ്ഞു, എന്നെ സ്പർശിച്ചത് ദുഃഖമാണ്, നീ കരുണയുള്ളവനാണ്. പരീക്ഷണം അവരെ തകർത്തില്ല, അവരെ ഉയർത്തി. പാഠം: സഹനം നിശബ്ദമാണ്, പക്ഷേ അതിന് വലിയ മൂല്യമുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടങ്ങളുടെ
പരീക്ഷണം. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തുടർച്ചയായ നഷ്ടങ്ങൾ അനുഭവിച്ചു. പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വിയോഗപ്പെട്ടു. സംരക്ഷകൻ അബൂ ത്വാലിബ് വിടവാങ്ങി. ആ വർഷം ദുഃഖത്തിൻ്റെ വർഷം എന്ന് വിളിക്കപ്പെട്ടു. അവർ കരഞ്ഞു, അവർ വേദന അനുഭവിച്ചു. എങ്കിലും അവർ അല്ലാഹുവിൽ നിന്ന് മാറിയില്ല. അവിടെയാണ് മിഅ്റാജ് വന്നത്. പാഠം: ആഴത്തിലുള്ള വേദനയ്ക്കുശേഷം ആഴത്തിലുള്ള ഉയർച്ച. ഒരു ശാന്തമായ സത്യം. പ്രവാചകർ പരീക്ഷിക്കപ്പെട്ടത് അവരുടെ വിശ്വാസം കുറവായതിനല്ല, അവരുടെ ഹൃദയം വലുതായതിനാലാണ്. അവരുടെ ജീവിതം നമ്മോട് പറയുന്നത് പരീക്ഷണം അല്ലാഹുവിൻ്റെ അകലമല്ല, അവൻ്റെ പ്രത്യേക സമീപനമാണ്. പരീക്ഷണങ്ങൾ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? 1. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ അറിയാൻ. സുഖമുള്ളപ്പോൾ എല്ലാവർക്കും ക്ഷമയും വിശ്വാസവും പറയാൻ കഴിയും. പക്ഷേ വേദന വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിവാകുന്നത്. എനിക്ക് ക്ഷമയുണ്ടോ? അല്ലാഹുവിനെ ഞാൻ എത്രമാത്രം വിശ്വസിക്കുന്നു? ഞാൻ പരാതി പറയുന്നവനോ ആശ്രയിക്കുന്നവനോ? പരീക്ഷണം മുഖം കാണിക്കുന്ന കണ്ണാടിയാണ്. 2. അല്ലാഹുവിനെ ആശ്രയിക്കാൻ പഠിപ്പിക്കാൻ. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ സ്വന്തം കഴിവിലും ബന്ധങ്ങളിലും സുരക്ഷ കാണുന്നു. പക്ഷേ എല്ലാം ഒറ്റയടിക്ക് തകരുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു: ഞാൻ ഒറ്റക്കല്ല. പരീക്ഷണം നമ്മളെ മുട്ടുകുത്താനല്ല, ഹൃദയം ഉയർത്താനാണ്. 3. അമിത അഹങ്കാരം പൊളിക്കാൻ. വേദനയില്ലാതെ അഹങ്കാരം പൊളിയില്ല. നമ്മൾ എല്ലാം നിയന്ത്രിക്കാമെന്ന് കരുതുന്ന സമയത്താണ് അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: നീ ശക്തനാണ്, പക്ഷേ എല്ലാം നിയന്ത്രിക്കുന്നവൻ നീയല്ല. ഈ ബോധ്യം മനസ്സിനെ മൃദുവാക്കുന്നു. മൃദുവായ ഹൃദയത്തിലാണ് ഈമാൻ വളരുന്നത്. 4. പാപങ്ങൾ കഴുകിക്കളയാൻ. പരീക്ഷണം പാപങ്ങൾ മാഞ്ഞുകൊണ്ടിരിക്കുന്ന. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒരു വിശ്വാസിക്ക് വേദനയോ വിഷമമോ കഷ്ടതയോ വന്നാൽ അതിലൂടെ അവൻ്റെ പാപങ്ങൾ മാഞ്ഞുപോകുന്നു. ചില വേദനകൾ നമ്മളെ തകർക്കുന്നില്ല, ശുദ്ധീകരിക്കുകയാണ്. 5. ഹൃദയം ശുദ്ധീകരിക്കാൻ. പരീക്ഷണം നമ്മളെ ലോകത്തിൽ നിന്ന് അകറ്റുന്നില്ല, ലോകത്തോട് അടിമയായ ഹൃദയത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു: ചില നഷ്ടങ്ങൾ രക്ഷയാണ്, ചില വേർപാടുകൾ കരുണയാണ്, ചില കണ്ണീർ ദ്വാ ആണ്. 6. സ്വബർ ഒരു കഴിവാക്കാൻ. സ്വബർ വാക്കല്ല, ഒരു പരിശീലനമാണ്. പരീക്ഷണമില്ലാതെ സ്വബർ വളരില്ല. ഓരോ കാത്തിരിപ്പും, ഓരോ നിശബ്ദതയും, ഓരോ കണ്ണീരും നമ്മളെ ഉള്ളിൽ നിന്ന് ബലപ്പെടുത്തുകയാണ്. 7. യഥാർത്ഥ ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ. ഈ ലോകം അവസാനമല്ലെന്ന് നമ്മൾ മറക്കുമ്പോൾ പരീക്ഷണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ഇത് താൽക്കാലികമാണ്, നിന്റെ യാത്ര ഇതോടെ അവസാനിക്കുന്നില്ല. അപ്പോഴാണ് ഹൃദയം ആകാശത്തേക്ക് നോക്കാൻ പഠിക്കുന്നത്. പരീക്ഷണമില്ലാത്ത ജീവിതം അപകടമാണോ? പലരും ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്: യാ അല്ലാഹ്, എനിക്ക് പരീക്ഷണങ്ങളില്ലാത്ത ഒരു ജീവിതം തരേണമേ. ഇത് ഹൃദയം കൊണ്ടുള്ള ഒരു ദുആ ആണ്. പക്ഷേ സൂഫികൾ ഇതു കേട്ടാൽ അല്പം വിറക്കും. എന്തുകൊണ്ട്? 1. പരീക്ഷണമില്ലെങ്കിൽ ഉറക്കം വരും. സുഖം നീണ്ടു നിൽക്കുമ്പോൾ മനസ്സിന് ഉറക്കം വരും. ദുആ കുറയും, ദിക്ർ കുറയും, അല്ലാഹുവിനെ ഓർക്കുന്ന സമയം കുറയും. പരീക്ഷണം ഹൃദയത്തെ ജാഗ്രതയോടെ നിർത്തുന്നു. 2. പരീക്ഷണമില്ലെങ്കിൽ ദുആ ആവശ്യമില്ലാതാകും. വേദനയില്ലാത്തപ്പോൾ ദുആ ഒരു ശീലമല്ല. പക്ഷേ പരീക്ഷണം വരുമ്പോൾ ദുആ ശ്വാസമായി മാറുന്നു. ദുആ ഇല്ലാത്ത ഹൃദയം അല്ലാഹുവിൽ നിന്ന് ദൂരെ പോകുന്നു. 3. പരീക്ഷണമില്ലെങ്കിൽ ലോകമെല്ലാം ആയിത്തീരും. പരീക്ഷണം ലോകത്തിൻ്റെ പരിമിതികൾ കാണിച്ചു തരുന്നു. പരീക്ഷണമില്ലെങ്കിൽ ലോകം നമ്മുടെ സ്വർഗമാകും. പക്ഷേ ഈ ലോകം സ്വർഗമല്ല. അതു മറക്കുമ്പോൾ ഹൃദയം ഇവിടെ കുടുങ്ങിപ്പോകും. പരീക്ഷണമില്ലെങ്കിൽ അഹങ്കാരം വളരും. എല്ലാം സുഖമായി നടക്കുമ്പോൾ നമ്മൾ അറിയാതെ പറയും: ഇതെൻ്റെ കഴിവാണ്.
പരീക്ഷണം നമ്മളെ താഴേക്ക് വലിക്കുന്നില്ല, യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. 5. പരീക്ഷണമില്ലെങ്കിൽ പാപങ്ങൾ കഴുകപ്പെടില്ല. വേദന പാപങ്ങൾ കഴുകുന്ന മഴയാണ്. പരീക്ഷണമില്ലാത്ത ജീവിതം പാപഭാരം ചുമന്നുകൊണ്ട് നടക്കേണ്ട ജീവിതമാകും. അത് ഹൃദയത്തിന് ഭാരമാണ്. 6. പരീക്ഷണമില്ലെങ്കിൽ ആഖിറ ഓർമ്മ വരില്ല. വേദന മരണത്തെ ഓർമ്മിപ്പിക്കുന്നു, പരീക്ഷണം അവസാനത്തെ ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷണമില്ലെങ്കിൽ ആഖിറ ഒരു ദൂരെയുള്ള വാക്കായി മാറും. 7. സൂഫികളുടെ ഭയം. ഒരു സൂഫിയോട് ചോദിച്ചു, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഇഷ്ടമാണോ? അവൻ പറഞ്ഞു, അല്ല, പക്ഷേ പരീക്ഷണമില്ലായ്മയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഭയം. കാരണം പരീക്ഷണം അള്ളാഹുവിൻ്റെ ശ്രദ്ധയുടെ അടയാളമാണ്. യാ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിന്നിൽ നിന്ന് ദൂരെ പോകാൻ അനുവദിക്കരുതേ. പരീക്ഷണങ്ങളെ ശിക്ഷയാക്കരുതേ. അവയെ നിന്നിലേക്കുള്ള വഴിയാക്കണമേ. ആമീൻ. ഈ അറിവ് എല്ലാവർക്കും എത്തിക്കും. അസ്സലാമു അലൈക്കും.